ഞാൻ കുറച്ച് ദിവസങ്ങളല്ല കുറച്ച് മാസങ്ങളായിട്ട് നല്ല ലിപ് ലൈനേഴ്സ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നോക്കുമ്പോൾ എല്ലാ ലിപ് ലൈനേഴ്സും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല ലിപ് ലൈനേഴ്സ് എല്ലാം നല്ല പ്രൈസിയാണ്. ഓൾമോസ്റ്റ് ലിപ്സ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്ന ലിപ്സ്റ്റിക്കിനെക്കാട്ടിലും വിലയുണ്ട് ലിപ് ലൈനേഴ്സിന്. സോ അത്രയും സ്പെൻഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കാരണം നമുക്ക് ലിപ് ലൈനർ ജസ്റ്റ് ലൈൻ ചെയ്യാൻ വേണ്ടി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നമ്മൾ ബാക്കി ഫില്ല് ചെയ്യുന്നത് ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെയാണ്. അപ്പം ഒരു ലിപ് ലൈനറിന് തന്നെ ഓൾമോസ്റ്റ് 500-700 റുപ്പീസൊക്കെ ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഞാൻ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ലിപ് ലൈനേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് ഓൾമോസ്റ്റ് 12 ലിപ് ലൈനേഴ്സ് എനിക്ക് 500 റുപ്പീസിന് കിട്ടിയത്. ഞാൻ സംസാരിക്കുന്നത് ഈ ഒരു സെറ്റിനെ പറ്റിയിട്ടാണ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ബോൾഡ് മാറ്റ് ലിപ് ലൈനറാണ്. ഇതിൽ നമുക്ക് ഏകദേശം 12 ഷെയ്ഡ് നമുക്ക് ലിപ് ലൈനേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് 12 ലിപ് ലൈനേഴ്സ് വരുന്നത്. ഈ ഒരു ബോക്സിലാണ് വരുന്നത്. കവർ മാറ്റിയപ്പോൾ ഉള്ളിൽ ഇങ്ങനെ 12 ലിപ് ലൈനേഴ്സ് നമുക്ക് ഇങ്ങനെ അവൈലബിൾ ആണ്. കണ്ടോ, എല്ലാ ഷെയ്ഡ്സും നമുക്കിതിൽ ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ ലിപ്സ്റ്റിക്കിനും ഉള്ള ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 799 റുപ്പീസാണ്. ഞാൻ വാങ്ങിയത് 500 രൂപയ്ക്കാണ്. ആമസോണിലാണ് ഞാൻ വാങ്ങിയത്. ഓഫർ ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ നൈക്കയിലും നമുക്കിത് അവൈലബിൾ ആണ്. നൈക്കയിലും ഞാൻ നോക്കുന്ന സമയത്ത് ഓഫർ ഉണ്ടായിരുന്നു 500 റുപ്പീസിന്. സോ നിങ്ങൾക്ക് നല്ല ലിപ് ലൈനേഴ്സ് നോക്കുകയാണ്, അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ലിപ് ലൈനേഴ്സ് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങണ്ടേ എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഇത് വാങ്ങിയതാണ്. ഞാൻ കുറച്ചെണ്ണം നോക്കി വെച്ചിട്ടുണ്ട്, വാങ്ങും. പക്ഷേ അറ്റ് പ്രസൻറ്റ് ഇതെനിക്ക് ധാരാളമാണോ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഓരോ ലിപ് ലൈനേഴ്സും ഞാൻ സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. ഏതാ കളറ്, എങ്ങനെയാണ് പിഗ്മെൻറ്റേഷൻ എന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഓരോ ലിപ് ലൈനേഴ്സിൻ്റെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ വായിക്കാം. നമുക്ക് പ്രൊഡക്റ്റ് വരുന്നത് ഏകദേശം 1.6 grams ആണ് നമുക്ക് പ്രൊഡക്റ്റ് വരുന്നത്. ഇതിൽ എക്സ്പയറി ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്നത് 2026 ആണ്. സോ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് ഇത് യൂസ് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ തീരാറില്ല. എൻ്റെ ലിപ് ലൈനേഴ്സ് ഒന്നും ഇതുവരെ തീർന്നിട്ടില്ല. ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലിപ് ലൈനേഴ്സ് ഉണ്ട്. ഞാൻ അധികം ലിപ് ലൈൻ ചെയ്യുന്ന ഒരാളും അല്ല. സോ വല്ലപ്പോഴും ചില ബ്രൈറ്റ് ലിപ്സ്റ്റിക്കൊക്കെ ഇടുമ്പോൾ മാത്രമേ ഞാൻ ലിപ് ലൈനേഴ്സ് യൂസ് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ ചേരാത്ത, അതായത് എൻ്റെ സ്കിൻ ടോണിന് ചേരാത്ത ചില ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ നമുക്ക് ലിപ് ലൈനർ ഇട്ടിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ, ആ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഞാൻ ലിപ് ലൈനേഴ്സ് യൂസ് ചെയ്യാറുള്ളൂ. സോ അങ്ങനെ നോക്കുമ്പോൾ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ആദ്യത്തെ ഷെയ്ഡ് ഞാൻ എഴുതിയിരിക്കുന്നത് ബർഗണ്ടിയാണ്, ഈ ഒരു പെൻസില്. അപ്പോൾ ഞാൻ ഞാൻ കളർ മാത്രം പറയാം, ബാക്കി ഞാൻ ഇവിടെ സ്വാച്ച് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇതാണ് ബർഗണ്ടി എന്നുള്ള ഷെയ്ഡ് വരുന്നത്. ആദ്യത്തെ ഷെയ്ഡ് ശരിക്കും ഞാൻ പെൻസിൽ കണ്ടപ്പോൾ വിചാരിച്ചു നല്ല ബ്രൗൺ കളറാണ്, എന്നിട്ട് എന്താ ബർഗണ്ടി കളറ് ഇട്ടിരിക്കുന്നത് എന്നുള്ളത്. കയ്യിൽ വരഞ്ഞപ്പോൾ ഇത് ശരിക്കും ബർഗണ്ടി കളർ തന്നെയാണ് കേട്ടോ. കാണട്ടോ, ഇതിൽ നമുക്ക് ഏകദേശം 12 കളറാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അടുത്ത കളർ വരുന്നത് റോയൽ റെഡ് എന്ന് പറയുന്ന കളറാണ്. ഞാൻ അതിൻ്റെ അടിയിൽ സ്വാച്ച് ചെയ്യാം. ഇതാണ് റോയൽ റെഡ് എന്ന് പറയുന്നത്. കണ്ടല്ലോ, നല്ല ബ്രൈറ്റ് റെഡ് കളറാണ് കേട്ടോ അത്. അടുത്തത് മെറൂൺ ആണ്. പെൻസിലിൻ്റെ കളർ നോക്കരുത്, പെൻസിലിൻ്റെ കളറും ഉള്ളിൽ നമ്മൾ വരയ്ക്കുന്ന കളറും വ്യത്യാസമുണ്ട്. ഇതാണ് മെറൂൺ എന്ന് പറയുന്ന ഷെയ്ഡ്. അടുത്തത് ചെറി ബ്രൗൺ എന്ന് പറയുന്ന കളറ്, നല്ല ന്യൂഡ് കളർ കേട്ടോ, നല്ല കളറ്, ചെറി ബ്രൗൺ എന്ന് പറയുന്ന കളറ്. അടുത്തത് കൊക്കോ ന്യൂഡ് എന്ന് പറയുന്ന കളറാണ്. ഇത് എനിക്ക് തോന്നുന്നു ലൈറ്റ് സ്കിൻ ടോൺകാർക്ക്, ലൈറ്റ് സ്കിൻ ഉള്ളവർക്ക് വളരെ നന്നായിരിക്കും, അവർക്ക് പെർഫെക്റ്റ് ന്യൂഡായിരിക്കും ഇതെനിക്ക് കുറച്ച് വാഷ് ഔട്ട് ചെയ്യുമോ എന്നൊരു സംശയമുണ്ട്. എന്നാലും ഫില്ല് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം ഈ ഒരു കളറ്. ഇതാണ് കൊക്കോ ന്യൂഡ് എന്ന് പറയുന്ന കളർ. അടുത്തത് റെഡാണ്, ഹോട്ട് റെഡ് എന്നാണ് ഈ ഒരു കളറിൻ്റെ പേര്. ഇതാണ് കേട്ടോ കളറ്, ഹോട്ട് റെഡ്. ഇത് നല്ല ബ്രൈറ്റ് റെഡ് കളറാണ്. നേരത്തെ റെഡ് കളർ നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ബ്രൈറ്റ് റെഡാണ്. നേരത്തെ ഇട്ട റെഡ് കളറ് കുറച്ചുകൂടെ എന്താ പറയുക, ഒരു പിങ്ക് കലർന്ന റെഡായിരുന്നു. ഇത് കുറച്ചുകൂടെ നല്ല പക്ക റെഡ് കളർ കേട്ടോ.
ഇത് ഫ്രൂട്ട് പഞ്ച് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇതും ഒരു റെഡ് പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു മിക്സാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഈ ഒരു ഷെയ്ഡ് ഓറഞ്ച് റെഡാണ്. ഇത് കുറച്ച് പിഗ്മെൻറ്റേഷൻ കുറവുള്ള പോലെ തോന്നി, എനിക്ക് കുറച്ചധികം വരയ്ക്കേണ്ടി വന്നു. പക്ഷെ നല്ല ബ്രൈറ്റ് ഓറഞ്ച് കൈൻഡ് ഓഫ് റെഡ് കളർ തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു പിഗ്മെൻറ്റേഷൻ കുറച്ച് കുറവാണോ എന്നൊരു സംശയം. ഇത് ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുന്ന കളറ്. നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്, നല്ല ഡാർക്ക് ചോക്ലേറ്റ് കളർ തന്നെയാണ്. ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു കളറ്. ഇത് ബ്രൈറ്റ് മെറൂൺ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇത് പർപ്പിൾ കളറാണ്, പർപ്പിൾ കളർ കേട്ടോ. ഇതും നല്ല അത്യാവശ്യം നല്ലൊരു കളറാണ്. നല്ല പിഗ്മെൻറ്റേഷൻ തോന്നി എനിക്ക്. അവസാനത്തത് പിങ്ക് ക്രഷ് എന്നാണ് ഈ ഒരു കളറിൻ്റെ പേര്. ശരിക്കും നല്ല പിങ്ക് കളറ്. ഇപ്പോൾ പിങ്കായി, പർപ്പിളായി, റെഡിൻ്റെ തന്നെ പല ഷെയ്ഡുണ്ട്. ബ്രൗൺ റെഡ് ഉണ്ട്, പിങ്ക് റെഡ് ഉണ്ട്, മെറൂൺ കളറുണ്ട്, നല്ല ന്യൂഡ് കളേഴ്സ് ഉണ്ട്. സോ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു ലിപ്സ്റ്റിക്കിന് വേണ്ട എല്ലാ കളറും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ലിപ്പ് ലൈനേഴ്സായിട്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് വാങ്ങാം. ഞാൻ താഴെ എന്തായാലും ലിങ്ക് കൊടുക്കാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്കും എന്നെ മാതിരി നല്ല ലിപ്പ് ലൈനേഴ്സ്, അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്പ് ലൈനേഴ്സ് വാങ്ങണം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് നല്ല പെർഫെക്റ്റ് ഓപ്ഷനാണ് എനിക്ക് തോന്നി. നല്ല അഫോർഡബിളും ആണ്. എനിക്ക് തോന്നുന്നു ഇൻഡിവിജ്വലിയും ഇത് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം. എന്തായാലും ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തായാലും വാങ്ങി നോക്കൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.